ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പയറ് കഞ്ഞിയാണ്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മട്ട അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1 കപ്പ്. ചെറുപയർ 1/2 കപ്പ്. ഉലുവ ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി കഴുകിയെടുത്തിട്ട് വരാം. ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ഒരു 3 എണ്ണം പകുതി കട്ട് ചെയ്ത് ഇട്ടത്. പിന്നെ ചുമന്ന മുളക് ഒരു 3 എണ്ണം, അതും ഒന്ന് കട്ട് ചെയ്തിടാം. അതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലിനുള്ളിൽ നന്നായി വെന്ത് കിട്ടും. ഓരോരുത്തരുടെ അരിയുടെയും കുക്കറിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസം വന്നെന്ന് വരും. എനിക്ക് ഇവിടെ ഒരു 3 വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എയർ എല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കാം. ചോറും പയറും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അല്പം വെള്ളം, ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കഞ്ഞി ഉണ്ടെങ്കിൽ ഇതിന് വേറെ കറിയൊന്നും ആവശ്യമില്ല. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കൂടി ചുട്ടെടുക്കാം. ഞാനിവിടെ മസാല പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. എല്ലാ സൈഡും നന്നായി പ്രസ് ചെയ്ത് ചുട്ടെടുക്കാം. കഞ്ഞിയും ചുട്ട പപ്പടവും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കഞ്ഞിയുടെ കൂടെ അല്പം അച്ചാറും ചുട്ട പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.